അങ്ങനെ ദേ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ദ്വീപ് എത്താനായി. പക്ഷേ ഇത് നമുക്ക് ഇറങ്ങാനുള്ള ദ്വീപല്ല, ഇത് അമിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദ്വീപാണ്. ഇവിടെ ഈ കപ്പൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടുന്ന് പോകുന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വീണ്ടും പെട്ട് ഗൈസ്. ഒരു ദിവസം കൂടിയോ ഈ ഷിപ്പിൽ ഇങ്ങനെ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ഷമല്ലല്ലോ. എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നാണല്ലോ വിചാരിച്ചത്. ഈ ദ്വീപുകാരുടെ ഒരവസ്ഥയെ അങ്ങനെ അവിടെ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞു ഇവിടുന്ന് ലോക്കൽ ബോട്ട് ഉണ്ടാവും ആ ദ്വീപിലേക്ക്, 1 മണിക്കൂർ നേരത്തെ യാത്രയുള്ളൂ എന്ന്. രണ്ടും കൽപ്പിച്ച് നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ കടമത്ത് ദ്വീപിലേക്ക് ലോക്കൽ ബോട്ട് ആശ്രയിച്ച് പോകാൻ നിൽക്കുന്നവരാണ്. നമ്മൾ അവരുടെ കൂടെ എന്ത് തന്നെ വന്നാലും വേണ്ടിയില്ല, ഷിപ്പിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് ഈ ദ്വീപിൽ ഇറങ്ങി. ഈ ദ്വീപിൽ പിന്നെ പെർമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ഈ കാണുന്ന ഈ ചെറിയ ബോട്ടിലാണ് ഇത്രയും ആൾക്കാർ കയറുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു പേടിയില്ല ഈ കാര്യത്തിൽ, കാരണം ലൈഫ് ജാക്കറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്ത് തന്നെ ആയാലും നമ്മളും ഇവരുടെ കൂടെ അങ്ങോട്ട് ഷിപ്പിൽ നിന്ന് ഈ ലോക്കൽ ബോട്ടിലേക്ക് കയറി. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് കടമത്ത് ദ്വീപിലേക്ക് ലോക്കൽ ബോട്ടിൽ പോകാൻ പോവുകയാണ്. നമുക്ക് പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തണമല്ലോ, വേറെ മാർഗ്ഗമല്ല. അങ്ങനെ ഈ ബോട്ട് ഇവിടുന്ന് എടുത്ത് ഇപ്പോഴാണ് നമ്മൾ കയറിയ ഷിപ്പിൻ്റെ പുറം ഭാഗം നല്ല രീതിയിൽ നമ്മളൊന്ന് കാണുന്നത്, നല്ല ഭംഗിയായിട്ട്. കാരണം കൊച്ചിയിൽ നിന്ന് കയറിയ സമയത്ത് രാത്രിയായിരുന്നു, പിന്നെ ഷിപ്പിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ എന്തായാലും ഈ ചെറിയ ബോട്ടിൽ കയറി ഷിപ്പിൻ്റെ നല്ല അടിപൊളി ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളിവിടുന്ന് അങ്ങനെ കടമത്തൊക്കെ പോകാൻ പോവുകയാണ്. അങ്ങനെ എന്ത് തന്നെ ആയാലും ഈ ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്യാവശ്യം കടൽ റഫുള്ള സമയമാണ്. പിന്നെ ആ കാണുന്നതാണ് കടമത്ത് ദ്വീപ്. നമ്മൾ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് വിചാരിച്ചത് ഈ കടമത്ത് അമിനി അടുത്തടുത്ത ദ്വീപാണെന്ന്. നമ്മൾ വിചാരിച്ച അവിടുന്ന് നോക്കി ടാറ്റ പറഞ്ഞാൽ ഇപ്പുറത്ത് കാണുന്നൊക്കെ ആയിരുന്നു. പക്ഷേ 1 മണിക്കൂർ നേരം യാത്ര ചെയ്യാനുണ്ട് ഇവിടുന്ന് കടമത്ത് ദ്വീപിലേക്ക്. പിന്നീടാണ് അറിയാൻ പറ്റിയത് ഈ 2 ദ്വീപുകൾക്കിടയിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കലുണ്ടായിരുന്നു എന്നും ഭയങ്കര ഡെപ്തുള്ള ഏരിയ ആണിത് എന്നുള്ളതും. എന്തിനായാലും ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഈ ബോട്ടിൽ കയറി കഴിഞ്ഞിട്ട് കടമത്തേക്കുള്ള യാത്ര തിരിച്ചത്. അങ്ങനെ നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ കടമത്തെത്തും. അങ്ങനെ ഈ യാത്രയിൽ എനിക്ക് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്ന് നല്ല പേടിയുണ്ട്, ഞാൻ ബോട്ടിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. പിന്നെ കടൽ ഇതേപോലെ നല്ല പോലെ ബോട്ടിലേക്ക് വെള്ളം തെറിച്ച് കയറുന്നുണ്ട്. ഉപ്പുവെള്ളം ഫോണിലായി കഴിഞ്ഞാൽ നല്ല കംപ്ലൈൻ്റ് ആവുമെന്ന് അവിടുന്ന് ബോട്ടിൽ നിന്ന് ആൾക്കാർ പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളെ ഫോണുള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്ത് ഗോപ്രോ എടുത്ത്, ഗോപ്രോയിൽ കാണുന്ന വിഷ്വൽസാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി തിരമാലകൾ, കടലിൻ്റെ